അർജുൻ ആയങ്കിക്കെതിരെ നിയമ നടപടികൾ വേഗത്തിലാക്കി പോലീസ്. കോതമംഗലം SHOയെ ഭീഷണിപ്പെടുത്തിയ കേസിൽ അറസ്റ്റ് രേഖപ്പെടുത്തി. നിലവിലെ കേസുകളിൽ ജാമ്യം നേടി പുറത്തിറങ്ങുന്നതിന് മുമ്പ് കാപ്പ ചുമത്തുന്നതിന്റെ ഭാഗമായി കേസ് ഹിസ്റ്ററിയും ശേഖരിച്ചു കഴിഞ്ഞു. കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി അർജുൻ ആയങ്കിയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി ഇന്ന് കോടതിക്ക് മുന്നിലേക്ക് എത്തുകയാണ്. 5 ദിവസത്തേക്കാണ് പോലീസ് ഇയാളെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം അർജുൻ ആയങ്കിയുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ കണ്ടെടുത്ത ലാപ്ടോപ്പ് ശാസ്ത്രീയ പരിശോധനയ്ക്കായി ഫോറൻസിക് ലാബിലേക്ക് അയക്കുകയും ചെയ്യും. വാർത്തയുടെ വിശദാംശങ്ങളുമായി KV ബൈജു ആണ് ചേരുന്നത്. ബൈജു, അർജുൻ ആയങ്കിയെ അറസ്റ്റ് ചെയ്തുവെങ്കിലും അർജുൻ ആയങ്കിയുമായി ബന്ധപ്പെട്ട കണ്ണികൾ, ഇതിനിടയിൽ അർജുൻ ആയങ്കിക്ക് ഒളിവിൽ താമസിക്കാൻ സഹായിച്ചവർ, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം കൈകാര്യം ചെയ്തിരുന്നവർ, ഇവരിലേക്കൊക്കെ എത്തേണ്ടതുണ്ട്. ഈ ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള നടപടികൾക്ക് പോലീസ് തയ്യാറെടുക്കുന്നു. എന്താണ് വിവരങ്ങൾ? തീർച്ചയായും അഭിലാഷേ, പ്രധാനമായും ഇതിൽ ശാസ്ത്രീയമായ തെളിവുകൾ പോലീസിന് കണ്ടെത്തേണ്ടതുണ്ട്. അതോടൊപ്പം ഏറ്റവും പ്രധാനം, ഇയാളെ ഒളിവിൽ സഹായിച്ച ആളുകളെ എല്ലാം പിടികൂടാനുണ്ട്. ഇയാൾക്ക് പണവും മറ്റും നൽകി സഹായിക്കുന്ന ആളുകളെ പിടികൂടാനുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഇതിൽ തെളിവെടുപ്പ് പൂർത്തിയാക്കിയിട്ടില്ല. അതുകൊണ്ട് അർജുൻ ആയങ്കിയെ കൊണ്ട് തെളിവെടുപ്പ് നടത്താനുണ്ട്. അത്തരം നടപടികൾക്കായാണ് ഇപ്പോൾ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത്. തലശ്ശേരി ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് ഇത് സംബന്ധിച്ച ഹർജി അല്പസമയത്തിനകം പരിഗണിക്കുക. 5 ദിവസത്തെ കസ്റ്റഡി ആവശ്യപ്പെട്ട് കണ്ണൂർ സൈബർ പോലീസാണ് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത്. 5 ദിവസത്തെ കസ്റ്റഡിയിൽ വേണമെന്നാണ് പ്രധാനമായും ആവശ്യപ്പെട്ടത്. കാരണം ഇയാൾ ഉപയോഗിച്ചിരുന്ന ഫോൺ ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ആ ഫോൺ ഉപയോഗിച്ചാണോ ഈ പോസ്റ്റ് ഇട്ടത്, അതല്ല മറ്റേതെങ്കിലും ഉപകരണങ്ങൾ ഉപയോഗിച്ചാണോ എന്നത് സംബന്ധിച്ച ഒരു വ്യക്തത വന്നിട്ടില്ല. മാത്രമല്ല, ഇയാളെ നേരത്തെ അറസ്റ്റ് ചെയ്തപ്പോൾ ഇയാൾ അന്വേഷണവുമായി സഹകരിക്കാൻ തയ്യാറായിട്ടില്ല. പല ചോദ്യങ്ങൾക്കും ഇയാൾ ഉത്തരം നൽകിയിട്ടില്ല. ഈ പോസ്റ്റ് ഇട്ടത് താനല്ല, മറ്റ് ആരോ എന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. പക്ഷേ അർജുൻ ആയങ്കി തന്നെയാണ് ഈ ചെന്നിത്തലയ്ക്കെതിരെ, ആഭ്യന്തരമന്ത്രി ചെന്നിത്തലയ്ക്കെതിരെയുള്ള പോസ്റ്റ് ഇട്ടതെന്നാണ് പോലീസ് നിഗമനം. അതിൽ ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. അത്തരം നടപടികളെല്ലാം പൂർത്തിയാക്കേണ്ടതുണ്ട്. ഇയാൾക്ക് സഹായം ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. അതായത് എറണാകുളം മുതൽ കണ്ണൂർ വരെയുള്ള യാത്ര, അതോടൊപ്പം ഒളിവിൽ കഴിയാൻ സഹായിച്ചവർ, പണം നൽകി സഹായിച്ചവർ, അത്തരം ആളുകളെയെല്ലാം കണ്ടെത്തേണ്ടതുണ്ട്. ഇതിന്റെ ഭാഗമായാണ് ഇപ്പോൾ കസ്റ്റഡിയിൽ വാങ്ങുന്നത്. ഇതിന്റെ തന്നെ അഭിലാഷ് തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇയാൾക്കെതിരെ കാപ്പ ചുമത്താനുള്ള നടപടികൾ അത് ആരംഭിച്ചു കഴിഞ്ഞു. പോലീസ് ഇയാളുടെ കേസ് ഹിസ്റ്ററികൾ ശേഖരിച്ചു. ഇനി ആ കേസ് ഹിസ്റ്ററി കമ്മീഷണർ ജില്ലാ കളക്ടർ കൈമാറും. ജില്ലാ കളക്ടറാണ് ഇത് സംബന്ധിച്ച തീരുമാനമെടുക്കേണ്ടത്. അത് വൈകാതെ തന്നെ ഉണ്ടാവും. ഇപ്പോൾ ഈ കോതമംഗലത്തെ കേസിൽ കൂടി ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു ഇയാളുടെ. അത് ഇന്നലെ കോടതിയിൽ തലശ്ശേരി സബ് ജയിലിലെത്തിയാണ് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഇനി ഒരു കേസിൽ കൂടി പോലീസ് അറസ്റ്റ് ചെയ്ത കേസ്, അതായത് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുള്ള വിവരങ്ങൾ അനുസരിച്ച് ഈ പല സ്റ്റേഷനുകളിൽ കേസുകൾ, ഒരേ സ്വഭാവമുള്ള കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നത് ഉൾപ്പെടെ പ്രതിക്ക് സഹായകരമായി മാറുമെന്ന തരത്തിലൊക്കെ അഭിഭാഷകരുടെ ഭാഗത്ത് നിന്ന് ചില നിർദ്ദേശങ്ങളും ഒക്കെ ഉയർന്നു വന്നിരുന്നു. അക്കാര്യമടക്കം ആഭ്യന്തര വകുപ്പ് വിശദമായി പരിശോധിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ ഇതാ ആഭ്യന്തര വകുപ്പിനെ വെല്ലുവിളിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു, സർക്കാർ സംവിധാനങ്ങളെ വെല്ലുവിളിച്ച സാഹചര്യം ഉണ്ടാകുന്നു. പക്ഷേ ഈ അർജുൻ ആയങ്കി പലപ്പോഴായി വാർത്തകളിൽ നിറഞ്ഞു നിന്നിട്ടുള്ള ആളാണ്. അത് സ്വർണം പൊട്ടിക്കലുമായി ബന്ധപ്പെട്ട്, കൊട്ടേഷനുമായി ബന്ധപ്പെട്ടൊക്കെ. എന്നാൽ ഈ അടുത്ത കാലത്ത് ചർച്ചയിലേക്ക് വന്നത് ഇപ്പോൾ ബൈജു സൂചിപ്പിച്ച ഈ പോലീസ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ സ്വാഭാവികമായും അർജുനെ അവിടേക്ക് കൈമാറേണ്ട ഒരു സാഹചര്യം ഉൾപ്പെടെ ഉണ്ടാകുന്നുണ്ടല്ലോ. കോതമംഗലം പോലീസും ഒക്കെ ഔദ്യോഗികമായി തന്നെ ഇക്കാര്യം ആവശ്യപ്പെടുകയും ചെയ്യില്ലേ? തീർച്ചയായും ഇതിലൊരു തീരുമാനമെടുത്തിട്ടുള്ളത്, കണ്ണൂർ പോലീസിന്റെ കസ്റ്റഡി അവസാനിപ്പിച്ചതിന് ശേഷം, അതായത് ഇനി 5 ദിവസത്തേക്കാണ് ഇപ്പോൾ കസ്റ്റഡി ആവശ്യപ്പെട്ടിട്ടുള്ളത്. 5 ദിവസത്തെ കസ്റ്റഡി നൽകുകയാണെങ്കിൽ 5 ദിവസത്തിനുള്ളിൽ തെളിവെടുപ്പും ഇത്തരം നടപടികളെല്ലാം പൂർത്തിയാക്കി കോതമംഗലം പോലീസും സമാനമായ രീതിയിൽ അർജുൻ ആയങ്കിയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടും. അങ്ങനെ അതിനുശേഷമായിരിക്കും ഊന്നുകൽ പോലീസ്, ഊന്നുകലിലാണ് പ്രധാനപ്പെട്ട മറ്റൊരു ക്രൈം ഉള്ളത്. SHOയെ ഭീഷണിപ്പെടുത്തി ഇയാളുടെ ഭാര്യയ്ക്ക് അശ്ലീല സന്ദേശം അയച്ചു. അങ്ങനെ അത്തരം കേസുകളുമുണ്ട്. അതിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. ആ കേസിൽ അറസ്റ്റ് രേഖപ്പെടുത്താൻ അവിടെയും പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെടും. അങ്ങനെ ഒരു 20 ദിവസത്തിനകം തന്നെ ഈ കാപ്പ ചുമത്തുന്ന നടപടികൾ പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് പോലീസ് കരുതുന്നത്. അത്ര വരെ ഈ ഇപ്പോൾ നിലവിൽ ഉള്ള കേസുകളിലെല്ലാം ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങുക, ഏതെങ്കിലും തരത്തിൽ ജാമ്യം നേടി പുറത്ത് പോകാത്ത രീതിയിൽ പൂട്ടിടുക, അത് തന്നെയാണ് കേരള പോലീസ് തീരുമാനിച്ചിട്ടുള്ളത്. ഏതായാലും കോടതിയിൽ ഇന്ന് ആവശ്യപ്പെടും. കോടതിയിൽ ഇന്ന് പ്രധാനമായും ഉന്നയിച്ചിരിക്കുന്ന ആവശ്യം ഈ ഇയാളിൽ നിന്നും ഫോൺ ഉൾപ്പെടെ ഈ രേഖകൾ, ഇത്തരത്തിലുള്ള തെളിവുകൾ ശേഖരിക്കാനുണ്ട്. അതോടൊപ്പം നേരത്തെ സൂചിപ്പിച്ച
എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. തെളിവെടുപ്പ് നടത്താനുണ്ട്. ഇതിൽ തെളിവെടുപ്പ് പൂർത്തിയായിട്ടില്ല. അത്തരം കൃത്യമായി നിയമ നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷമായിരിക്കും കണ്ണൂർ സൈബർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ നിയമ നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷമായിരിക്കും ഈ കോതമംഗലം പോലീസ് ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങുക. അതിനുശേഷം ഊന്നുകൽ പോലീസും ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങും. എന്തായാലും ഇയാൾക്കെതിരെ കുരുക്ക് മുറുക്കാൻ തന്നെയാണ് കേരള പോലീസ് തീരുമാനിച്ചിട്ടുള്ളത്. ഏതെങ്കിലും കാരണവശാൽ ഏതെങ്കിലും ഒരു പഴുത് കിട്ടിയാൽ പുറത്തേക്ക് പോകുന്ന ഒരാളാണ്. അത്തരത്തിൽ അഭിഭാഷക സഹായം ഒക്കെ ഇയാൾക്ക് അഭിഭാഷക സംഘം ഒക്കെ സഹായത്തിനായി ഉണ്ട്. അതുകൊണ്ട് തന്നെ വളരെ കരുതലോടുകൂടിയാണ് പോലീസ് ഇതിൽ കേസന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങിയാൽ ഇയാളെ വിശദമായി ചോദ്യം ചെയ്യും. ഇയാൾക്ക് സഹായം ചെയ്ത ആളുകളെ ഉൾപ്പെടെ കണ്ടെത്തും. അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇയാളെ ഈ അഭിഭാഷകയുടെ വീട്ടിലെത്തിച്ച, അതായത് ഇയാൾ കസ്റ്റഡിയിലാവുന്നതിന് തൊട്ടു മുൻപ് അഭിഭാഷകയുടെ വീട്ടിലെത്തിച്ച പ്രണവ് എന്ന് പറയുന്ന ഇയാളുടെ സുഹൃത്ത് ഇപ്പോൾ പയ്യന്നൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇയാളുടെ അറസ്റ്റും ഇപ്പോൾ എടുത്തിട്ടുണ്ട്. അങ്ങനെ അർജുൻ ആയങ്കിയെ കഴിയുന്നത്ര ചോദ്യം ചെയ്യുക, അതിലൂടെ ഏറ്റവും കൂടുതൽ വിശദാംശങ്ങൾ ശേഖരിക്കുക. അർജുനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ ആരൊക്കെയാണ് ഈ കൊട്ടേഷൻ സംഘത്തിന്റെ കണ്ണികൾ, ഒപ്പം ഈ പോലീസിനെ വെല്ലുവിളിച്ചതിന് ശേഷം ഉൾപ്പെടെ ഒളിവിൽ കഴിയാൻ സഹായിച്ചവർ ആരൊക്കെ, ഇതിലേക്കൊക്കെയാണ് അന്വേഷണ സംഘം എത്തുന്നത്. അതോടൊപ്പം നിശ്ചിത ദിവസത്തിനകം തന്നെ പ്രതിക്കുമേൽ കാപ്പ ചുമത്തുക, അങ്ങനെ അടുത്തൊന്നും പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യം രൂപപ്പെടുത്തിയെടുക്കുവാനും നമ്മുടെ പോലീസ് സംവിധാനങ്ങൾ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.